ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ഈ ക്ലീൻ പറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഈ മൈലാഞ്ചിട്ട് ഷോ ഓഫ് കാണിക്കുന്നതൊന്നുമല്ല ഗൈസ്. ഈ മൈലാഞ്ചിട്ട് പണി കിട്ടി ഗൈസ്. കവിളത്ത് രാവിലെ എണീച്ചപ്പോൾ ഫുള്ളും മൈലാഞ്ചിട്ട് പാടായിരുന്നു. ആ കയ്യിലുള്ള ചക്രം കറക്റ്റായിട്ട് എൻ്റെ കവിളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പേടിച്ച് പോയി ഗൈസ്, പക്ഷേ കുഴപ്പമില്ല. ഞാൻ ഒരുവിധം സോപ്പിട്ടും ഇതൊക്കെ പേസ്റ്റൊക്കെ ഉപയോഗിച്ച് കഴുകി അതങ്ങ് കളഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പോയി ഒരുങ്ങി വന്നിട്ട് ഇതാണ് എൻ്റെ മാരേജിൻ്റെ ലുക്ക് ഗൈസ്. അങ്ങനെ ഞാൻ മാരേജിന് പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ കല്യാണത്തിനാണ് പോകുന്നതെന്ന്. ഇന്നപ്പോൾ ഒരു കല്യാണത്തിന് ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഉമ്മായും അനിയത്തിയും ജുമേലമ്മയും അവരെല്ലാവരും കൂടെ വേറെ ഒരു ട്രിപ്പ് പോയി. ഞാനും ശാന്തതായും കൂടെ സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് സ്കൂട്ടിയിലോട്ട് പോവുകയാണ്. കാരണം അവർ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിക്കാണും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ തന്നെ വിട്ടിട്ടുള്ള എന്തായാലും അവരെ കൊടുത്താനും സംഭവം എത്തും. അങ്ങനെ ഞാനും താത്തയും കൂടെ പോയി. പിന്നെ നമ്മൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി ഗൈസ്. അവിടെ പോയപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു വാഴക്കപ്പം കഴിച്ച് പിന്നെ പോപ്കോൺ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിച്ചായിരുന്നു. അതിൻ്റെ സംഭവം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താഴെ ചെയ്യാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ സ്റ്റേജിലോട്ട് കയറുന്ന സമയത്ത് ഒപ്പന ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒരൊപ്പന കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പെണ്ണിനെയും കൊണ്ട് അവിടെ എത്തിയതിന് ശേഷം ഒരൊപ്പനയും കൂടെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഇപ്പോഴൊരു പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് വന്ന് കയറി കുറച്ച് നേരം ഫ്രണ്ടിൽ പോയിരുന്നു. കുറച്ച് നേരം ഇത് കാണാനായിട്ട് ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയി. കാരണം അവിടെ ബാങ്ക് വിളിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ട് ചെറുക്കൻ എന്തായാലും സ്റ്റേജിലോട്ട് വരുള്ളൂ. അതുവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന സമയത്ത് കൊച്ചാര മോനെ കണ്ണാടി കൊണ്ടുവന്ന് വെച്ച് തന്നായിരുന്നു. അപ്പോൾ അതും വെച്ച് ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ നേരെ മേളിൽ പോയായിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ മേളിൽ പോയായിരുന്നു. അപ്പോൾ ചെറുക്കൻ വന്നായിരുന്നു. ചെറുക്കനെ കൊണ്ടിരുത്തിയ സമയത്ത് ഒരു ഈ പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഒപ്പനണക്ക്. അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ എൻട്രിക്കും സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ചെറുക്കൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പെണ്ണിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഗൈസ്. ഇവിടുത്തെ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴുള്ള പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ചാണ് പോയത്. ആ സമയത്ത് ഒരുവിധം എല്ലാം തീർന്നു ഗൈസ്, എല്ലാം തീർന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് പപ്പടം പോലും കിട്ടിയില്ല. കാര്യമായിട്ട് പപ്പടം വരെ പൊടിഞ്ഞതാണ് കിട്ടിയതെന്ന് പറയാം. കാരണം എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് അവസാനം കഴിക്കാൻ പോയി ഇങ്ങനെയൊക്കെ ഇരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും അങ്ങോട്ട് പോയതിന് ശേഷം വീട്ടിലോട്ട് പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ മുകളിലോട്ട് കയറി വന്നു ഗൈസ്. ചൂട് കാരണം ഷോളൊക്കെ മാറ്റി കുറച്ച് നേരം അവിടെ നിന്ന് ആശ്വാസം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി പിന്നെ മറുവീട്ടിന് പോവുകയാണ്. ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത് ഗൈസ്. ഈ അടുത്തിരിക്കുന്നതാണ് എൻ്റെ കൊച്ചാര മോൻ. അത് കഴിഞ്ഞിട്ട് ബേക്കിരിക്കുന്നത് എൻ്റെ അനിയത്തിയും പിന്നെ അപ്പച്ചിയുടെ മോളുമാണ്. അപ്പോൾ ഇവർ ഞാൻ ഒരു തവണ വീഡിയോ എടുത്തപ്പോൾ ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞ് രണ്ടാമത് എന്നെ കൊണ്ടെടുക്കുന്നതാണ് നിങ്ങളെ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ കൂളിംഗ് ഗ്ലാസും കൊണ്ടാണ് നടക്കുന്നത്. ഇവൻ ഏറ്റവും ഇഷ്ടം ഈ സാധനം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് വീണ്ടും കൂളിംഗ് ഗ്ലാസ് വെയ്യെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ. പിന്നെ അത് ഞാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് നീ എന്നെ നീ വെക്കുന്നതിനെ കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മറുവീടിന് അവിടെ ചെറുക്കൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഫുഡ് വന്നപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ ആയിരുന്നു. അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ബെറോട്ടയും ബീഫും ആയിരുന്നു. ബെറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ സത്യം കൂടെ വന്ന സ്കൂട്ടിയിൽ തന്നെ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ സ്കൂട്ടി വെച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിലോട്ട് പോയത്. കാരണം അങ്ങോട്ട് കൊണ്ടുപോയില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് ഞാൻ തത്തയും കൂടെ പറഞ്ഞിരുന്നു നമുക്ക് അതുവരെ സ്കൂട്ടി കൊണ്ട് പോയാൽ മതിയായിരുന്നു, ഇങ്ങനെ വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് എത്തി. നല്ല തളർന്നാണ് വീട്ടിലെത്തിയത്. അപ്പം അടിപൊളി കല്യാണ പരിപാടിയായിരുന്നു ഗൈസ്. എല്ലാ ക്ലിപ്പും എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേര് ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പ് അതിൻ്റെയൊക്കെ ഒരു ബഹളത്തിലായിരുന്നു. എന്നാലും പറ്റുന്നത്ര ക്ലിപ്പൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറവീൻ്റെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫുള്ള് പൊളി മൂടായിരുന്നു ഗൈസ്. ഫുള്ള് അടിപൊളി പാട്ടൊക്കെ ഇട്ട് ബസ്സിലിരുന്ന് ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചു തന്നെ. പക്ഷേ ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഫോൺ എടുത്ത് ബാഗിൽ വെച്ചിട്ട് തുള്ളാനായിട്ട് ഇറങ്ങി. അതുകൊണ്ട് ആ ഭാഗം ആർക്കും കാണാൻ പറ്റിയിട്ട് ഇതാ ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന പോലെയാണ്. കമ്മൽ ഇതൊക്കെ ഊരി കളഞ്ഞു ഗൈസ്. കമ്മൽ മോതിരം അങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് എന്നിട്ട് ഇനി ഈ ഡ്രസ്സും കൂടെയൊക്കെ മാറ്റിയിട്ട് ഒന്ന് സ്വസ്ഥതായിട്ടിരിക്കണം ഗൈസ്. കാരണം ചൂടെടുത്ത് ചാവാറായി മനുഷ്യൻ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഇതൊക്കെ വലിച്ചിട്ട് നടക്കണതിൻ്റെ പാട് പറയാതിരിക്കാൻ പറ്റൂല. ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾക്ക് കാണാൻ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന പോലെ അതിൽ ഒരുങ്ങിയില്ല, ഒന്നും ചെയ്യില്ല. അതൊക്കെയാണ് ഒരു സുഖം. കാരണം വെച്ചാൽ ഇതൊക്കെ എല്ലാം കൂടെ വാരിയിടുമ്പോൾ മറ്റൊരു ശ്വാസം മുട്ടും ഗൈസ്. ഇപ്പം തന്നെ വിയർത്ത് കുളിച്ചതാ ഒരു പരുവായിരിക്കുകയാണ്. വിയർത്തിരിക്കുക എന്തിനും ഊരിക്കളയുമ്പോൾ മാത്രം ഈ പകുതി ആശ്വാസത്തോടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.